യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A സെക്ഷനായിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് വന്ന് എന്നോട് ചോദിക്കാനുള്ള ഡൗട്ട്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും കുറച്ച് പേര് വന്ന് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള ആൻസേഴ്സൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ ഞാൻ Q&A വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഫിദ 123 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ, ഒരു ID നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അബൌട്ട് യു ആൻഡ് ഫാമിലി, എന്നെപ്പറ്റിയും ഫാമിലിയെ പറ്റിയും പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഓൾമോസ്റ്റ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ പേര് സ്നേഹ എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു എന്നാണ് കേട്ടോ. അപ്പം ഫാമിലിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ 6 പേര് ഇൻക്ലൂഡ് ആവുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടേത്. ഒരു സ്മോൾ ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഞാനുണ്ട്, അമ്മ, അച്ഛൻ, എനിക്കൊരു സിബ്ലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ. അമ്മൂമ്മ അപ്പൂപ്പൻ എന്ന് പറയുമ്പം അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനുമാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫാമിലിയെ പറ്റി പറയാനായിട്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദേവി രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൂ ഈസ് അറ്റ് ഹോം, സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഡു യു ഫെൽ ഇൻ ലവ്? ഇഫ് യു ഹാവ് എനി വൺ പ്ലീസ് സേ അബൌട്ട് യുവർ പാർട്ട്ണർ ആൻഡ് ദ ലവ് സ്റ്റോറി. പ്രത്യേകിച്ച് പറയാനും വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും പറയാനും വേണ്ടിയിട്ടൊന്നും ഇല്ല, അത് തന്നെ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രീപാർവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഓൾഡ് ആർ യു? എനിക്കിപ്പോൾ 20 വയസ്സാണ്. കറൻ്റ്ലി ഇപ്പോൾ 20 വയസ്സാണ്. ഒക്ടോബർ 27 ആകുമ്പോൾ എനിക്ക് 21 വയസ്സാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫ്രീക്കി ഫിഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ID നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ ചവറയിലുള്ള MSN കോളേജിലാണ് കേട്ടോ പഠിച്ചത്. MSN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, അവിടെയാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പ്ലാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വഴിയെ പറയാം. ഇങ്ങനെ ഇരിപ്പാണ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അത് തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് പഠിക്കാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലാതെ ഒന്നും അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കോളേജ് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ആൻഡ് മറക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്. മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മറക്കാൻ പറ്റാത്തതും മറക്കണം എന്നാഗ്രഹിക്കുന്നതും അങ്ങനെയൊന്നുമില്ല. കോളേജ് ലൈഫ് തന്നെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആണല്ലോ. നമുക്ക് സ്കൂൾ ലൈഫ് പോലെ ആവില്ല ഒരിക്കലും കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ കോളേജ് ലൈഫ് തന്നെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും. എനിക്കെന്നല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വീട് കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് രാമകുളങ്ങരയിലാണ് എൻ്റെ വീട്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വീട്ടിലെ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയോ? ലൈക്ക് ടിപ്പിക്കലി ഗേൾസ് കോളേജ് കഴിഞ്ഞാൽ അനുഭവിക്കുന്നതാണ്. എൻ്റെ വീട്ടുകാർ എനിക്ക് സ്വസ്ഥത തരുന്നില്ലതാ. ഇത് കോമൺ ആണ് കേട്ടോ. കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗേൾസ് ഉള്ള എല്ലാ വീട്ടിലും ഇത് കോമൺ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇതുവരെയായിട്ടും ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ലക്കിയാണെന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ മേ ബി എപ്പോഴേലും അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ടോക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ, ഗേൾസുള്ള വീട്ടിൽ അത് കോമൺ ആണല്ലോ. പിന്നെ പഠിച്ച് ജോലി വാങ്ങുക, എന്നിട്ട് കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
എന്ന് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ എൻ്റെ ഒപ്പീനിയനായിട്ട് എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ, ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ആവില്ല മറ്റുള്ള ആൾക്കാർക്ക്. സോ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വീട്ടിൽ ഫോഴ്സ് ചെയ്താലും നമ്മളതിന് അനുവദിച്ച് കൊടുക്കാതെ ഇരിക്കുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടാൽ ഒരു പഠിപ്പ് ലുക്കൊക്കെ ഉണ്ട്, ശരിക്കുമാണോ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒരു ആവറേജ് ആണ്, അത്രേ ഉള്ളൂ, അല്ലാതെ ബുജ്ജി അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. മുടി ഷോർട്ടാക്കണം, കളർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഓക്കെ, മുടിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. ഞാൻ മുടി കളർ അടിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസിനകത്ത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ മേല, പക്ഷേ മുടി കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മുടി കളർ അടിച്ചിട്ടുണ്ട്. കളർ അടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മച്ചി, ഞാനൊരു പാർലറിൽ പോയി. വലിയ ഫേമസ് പാർലറൊന്നും അല്ല കേട്ടോ, നമ്മളെ വീടിനടുത്തുള്ള ഒരു പാർലറാണ്. കൊറോണ ടൈം, ആ ടൈമിലാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ കൊറോണ ടൈമിലാണ് ഞാൻ എൻ്റെ മുടി കളർ അടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വീടിനടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ട്, വീട്ടിൽ കൊറോണയൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കില്ല, അപ്പം ഞാൻ പാർലറിൽ പോയിട്ട് ഇങ്ങനെ മുടി കളർ ചെയ്യാം എന്നുള്ള സെറ്റപ്പിൽ ഞാൻ പോയിട്ട് കളറ്, അപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഏത് കളറ് വേണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ടൊരു കളർ പാലറ്റ് പോലുള്ളൊരു സംഭവം ഇങ്ങനെ എടുത്ത് തന്നിട്ട് ഏത് കളർ വേണമെന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കും കണ്ടറിയുന്നു അപ്പോൾ ഏത് കളറാണ് നമ്മുടെ മുടിക്കകത്തടിച്ചാൽ നല്ലത്. ആ സമയത്ത് ഞാൻ ആരോടും അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല. കളർ അടിച്ചവരടുത്ത് എങ്ങനെയാണ്, മുടി ഡാമേജ് ആവുമോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് പോയി, എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ പിറ്റേ ദിവസം ഡയറക്റ്റ് പോയി കളർ അടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അവർ പറഞ്ഞു ഫ്ലെയിം റെഡ് നല്ല കളറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവർ പറഞ്ഞ സ്ഥിതിക്ക്, പാർലറിലിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നല്ലതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാനും പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അത് അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അവരത് അടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നമ്മച്ചി അത് അടിച്ചു കഴിഞ്ഞപ്പോഴല്ലോ, അതും അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല കേട്ടോ, അവർക്ക് എങ്ങനെയാണ് മുടിയിൽ കളർ അടിക്കേണ്ടതെന്ന് ആക്ച്വലി അറിയില്ല. ഇവിടൊക്കെയാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, മുടിയുടെ റൂട്ടിൽ ഒരിക്കലും ഈ കളർ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാവും. നോക്കിയപ്പോൾ എൻ്റെ ഇവിടൊക്കെയാണ്, ഉച്ചി ഭാഗത്തൊക്കെയാണ് അവർ കളർ അടിച്ചു തന്നിരിക്കുന്നത്. അതും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൊരു കളറ്. ഫ്ലെയിം റെഡ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഫ്ലെയിം റെഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മയങ്ങുണ്ട്, ഇത് കത്തി ജ്വലിക്കുന്ന പോലുള്ള ഒരു കളറാണ് കേട്ടോ. അത് ഞാൻ എങ്ങനെയും ഇത് മാഞ്ഞു പോയാൽ മതി എന്നായിരുന്നു കേട്ടോ കുറച്ച് നാളത്തേക്കുള്ള എൻ്റെ പ്രാർത്ഥന. എന്നെ ഇനി കളിയാക്കാനൊരു മനുഷ്യരില്ല, അത്രേ ആക്കൽ ഞാൻ സഹിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കളറിൻ്റെ മുടിയിൽ അടിച്ചതിന് ശേഷം, അതോ നല്ല തിക്ക് മുടിയായിരുന്നു എൻ്റേത്. നല്ല തിക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു അടാറ് തിക്കായിരുന്നു കേട്ടോ. ആ തിക്ക് മുടിയിലാണ് ഞാൻ മുടി എന്നിട്ട് അവരെ കൊണ്ട് വെട്ടിക്കുകയും ചെയ്തു. വെട്ടിച്ച് കഴിഞ്ഞിട്ടാണ് കളർ അടിച്ചത്. പിന്നെ ആ മുടി എഴുമ്പേറിയിട്ടില്ല, സത്യം പറയാമല്ലോ. പിന്നെ ആ മുടി എഴുമ്പേറിയിട്ടില്ല. എൻ്റെ മുടി പൊഴിയുന്നതിനും കയ്യും കണക്കുമില്ല, അത്രയും കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കളർ അടിച്ചത്. അപ്പം ആ ഒരു കളറ് നമ്മുടെ ഈ റൂട്ടിലൊക്കെ പറ്റിയോണ്ടാണ് ആ മുടിയൊക്കെ കൊഴിയാനായിട്ടുള്ള കാരണം. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് മുടി നമ്മൾ തോർത്തുമ്പോൾ ഉണ്ടല്ലോ, ആ ടവലിനകത്തേക്ക് ഈ കളർ പറ്റുക ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം അത് താനേ മാഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി. എന്നാലും അതൊരു വൃത്തികെട്ട കളർ പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ മുടി വെട്ടിയത്. അത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ലെയർ കട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തപ്പോൾ ഞാൻ അവിടെയുള്ള നേപ്പാളി ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഈ കളറുള്ള മുടിയും കൂടെ ഒന്ന് വെട്ടിത്തരുമെന്ന് ചോദിച്ചു. അങ്ങനെ നേപ്പാളി ചേച്ചി വെട്ടിത്തന്ന് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവൻ വെച്ച ഒരവസ്ഥയാണ് കേട്ടോ. കളർ അടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഇമാതിരി ഒരു കളറ് അബദ്ധവശാൽ പോയി അടിച്ച് പണി കിട്ടിയതാണ് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം ഒരാളും ഇങ്ങനെ പോയി ചെയ്യൂലല്ലോ, വെട്ടിൻ്റെ പണി കിട്ടിയതാണ്. ഇനി എനിക്ക് കളർ അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എപ്പോഴേലും നമുക്ക് ടൈം കിട്ടുമ്പോൾ അടിക്കാം അല്ലേ. ഓക്കെ, ഫ്രീക്ക് ഫിഷിയുടെ ക്വസ്റ്റ്യൻസൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ്. ഇതുപോലെ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്,
അതും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിക്കാം. ഹു ഡു യു മിസ് അബൌട്ട് യുവർ കോളേജ്? കോളേജിൽ മിസ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ മിസ് ചെയ്തു, പഠിപ്പിച്ച ടീച്ചേഴ്സിനെ മിസ് ചെയ്തു, കോളേജും മിസ് ചെയ്തു. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു മിസ്സിങ് ഒന്നും ഇല്ല. ഓക്കെ, ആൾ തന്നെ ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് യു ഹാവ് എവർ ബീൻ ഗിവൺ? ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തൊരു ഉപദേശമാണോ, അഡ്വൈസാണോ, അതോ എനിക്കാരെങ്കിലും തന്നിട്ടുള്ള അഡ്വൈസാണോ? ആര് തന്നിട്ടുള്ള അഡ്വൈസാണ്? എനിക്ക് കറക്റ്റ് അങ്ങോട്ടത് ക്ലാരിഫൈ ആയിട്ടില്ല കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ബുക്ക്. ഞാനങ്ങനെ ബുക്ക് വായിക്കുന്നൊരു വ്യക്തിയല്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ബുക്ക്സ് വായിക്കാറില്ല. ഇംഗ്ലീഷ്, മലയാളം ഒരു ബുക്സും ഞാൻ വായിക്കാറില്ല. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ബുക്സ് വായിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന ബുക്ക് ഫേവറേറ്റ് ആണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബുക്സ് വായിച്ചാലല്ലേ നമുക്ക് ഏതെങ്കിലും ബുക്സ് ഫേവറേറ്റ് ആവാറുള്ളൂ. ഞാൻ ബുക്സ് വായിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ബുക്കും ഫേവറേറ്റ് അല്ല കേട്ടോ. ഞാൻ വായിക്കാറില്ല. എനിക്കങ്ങനെ വായിക്കാനായിട്ടുള്ള ഒരു ക്രേംസ് ഒന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, യു ഹാവ് വൺ ഫ്രീ ടിക്കറ്റ് ടു എനിവെയർ ഇൻ ദ വേൾഡ്, വെയർ ആർ യു ഗോയിങ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എനിക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകുന്നു ഈ വേൾഡിൽ? ഓസ്ട്രേലിയ ഈസ് ദ ഡ്രീം പ്ലേസ്. ഞാൻ സ്വപ്നം വരെ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ. ഓസ്ട്രേലിയ സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ ഓസ്ട്രേലിയയിൽ പോകുന്ന സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അത്രയും എക്സ്ട്രീമായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓസ്ട്രേലിയയിൽ പോകാനായിട്ട്. ഞാൻ ഏതാണ്ട് +1 പഠിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ളത്. പിന്നെ ഒരുപാട് ഡ്രീം പ്ലേസൊക്കെ ഉണ്ട്, എങ്കിലും ഫസ്റ്റ് ഞാൻ ആര് ചോദിച്ചാലും പറയുന്ന ഓസ്ട്രേലിയ ആയിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഓസ്ട്രേലിയ. എന്നേലും പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ട്രേഞ്ചസ്റ്റ് തിങ് യു ഹാവ് എവർ ഈറ്റൻ? സ്ട്രേഞ്ചസ്റ്റ് തിങ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം കഴിക്കുമെന്നും പറയൂല, എല്ലാം കഴിക്കത്തില്ലെന്നും പറയൂല. സ്ട്രേഞ്ചസ്റ്റ് തിങ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ സ്പിരിറ്റ് ആനിമൽ ആൻഡ് വൈ? ഡോഗാണ് കേട്ടോ. എൻ്റെ വീട്ടിലും ഡോഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ ടാലൻറ്റ് യു ഹാവ് ദറ്റ് നോ വൺ ഹിയർ നോസ് അബൌട്ട്? ഡ്രോയിങ്. നിങ്ങൾക്കറിയോ ഇല്ലയോ എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു ടാലൻറ്റ് എനിക്കുണ്ട് കേട്ടോ. വരയ്ക്കാൻ അത്യാവശ്യം എനിക്ക് കഴിവുണ്ട്. ഞാൻ സ്വയം ബുക്കൊന്നുമല്ല എന്നെ തന്നെ, എങ്കിലും ഞാൻ പറയുകയാണ്, എനിക്ക് വരയ്ക്കാൻ കഴിവുണ്ട് കേട്ടോ. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. ഡ്രോയിങ്, പെയിൻറ്റിങ്, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം വൺ സോങ് യു തിങ്ക് നോ വൺ ടേക്ക് സീരിയസ്ലി ഇനഫ്? അതെന്താണ് അങ്ങനെ? നെയിം വൺ സോങ് യു തിങ്ക് നോ വൺ ടേക്ക് സീരിയസ്ലി ഇനഫ്? മനസ്സിലായില്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചാണോ താങ്കൾ ഉദ്ദേശിച്ചാണോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രേഞ്ചസ്റ്റ് ഡ്രീം യു ഹാവ് എവർ ഹാഡ്? സ്ട്രേഞ്ചസ്റ്റ് ഡ്രീം എന്ന് പറയുമ്പം എവിടെയെങ്കിലും പോകണം അങ്ങനെയൊക്കെ ഉള്ള ഡ്രീമാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഗിൽറ്റി പ്ലഷർ TV ഷോ? സത്യം പറഞ്ഞാൽ എത്ര % ആൾക്കാർ ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ TV കാണില്ല കേട്ടോ. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ TV കാണില്ല. എനിക്ക് TV കാണുന്നത് അത്ര അങ്ങോട്ട് എനിക്കിഷ്ടമല്ല. TV കാണുന്നത് ഈ പറഞ്ഞ കണക്ക് മൂവി കാണാൻ പോകുന്നതും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മൂവി ഇപ്പം തൊട്ട് ചെറുതായിട്ട് ലൈക്കായി തുടങ്ങി കേട്ടോ. അല്ലാതെ എനിക്ക് മൂവിക്ക് പോകണതും അങ്ങനെയൊന്നും എനിക്ക് വലിയ ലൈക്കുള്ള വ്യക്തിയല്ല കേട്ടോ. TV ഞാൻ ഒട്ടും കാണില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് പാസ് ചെയ്യുമ്പം ഒന്ന് കണ്ടാലേ, അല്ലാതെ ഞാനങ്ങനെ TV കാണില്ല കേട്ടോ. എനിക്ക് TV കാണുന്ന ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ആർ യു എ മോർണിംഗ് ബേർഡ് ഓർ നൈറ്റ് ഔൾ ആണോ നൈറ്റ് ഔൾ ആണോ എന്ന്. മോർണിംഗ് ബേർഡാണ് കേട്ടോ. രാത്രി ഉറങ്ങാതിരിക്കുക അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോർണിംഗ് കിടന്ന് ഉറങ്ങുമോ? ഞാൻ രാത്രി എന്താണെങ്കിലും ഞാൻ രാത്രി ഉറങ്ങുന്ന വ്യക്തിയാണ് കേട്ടോ. എനിക്ക് ഉറക്കം മസ്റ്റാണ്. സോ ഞാൻ രാത്രി ഉറങ്ങുന്ന ആളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വൺ മൂവി യു തിങ്ക് എവറി വൺ ഷുഡ് വാച്ച്? ഈ റീസെൻ്റ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ തുടരും ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് എല്ലാവരും അത് വാച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്നാക്ക് ഫോർ എ റോഡ് ട്രിപ്പ്? റോഡ് ട്രിപ്പ് പോകുമ്പം എനിക്ക് എവിടെ പോയാലും ലേസ് മസ്റ്റാണ്. ലേസ് വിട്ടൊരു കളിയുമില്ല. എനിക്ക് ലേസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും അത് തപ്പി പിടിച്ച് കൊണ്ടുപോയിട്ടോ. പിന്നെ റീസെൻ്റ്ലി ആയിട്ട് എനിക്ക് ക്രേവിങ്സ് തോന്നി തുടങ്ങിയിട്ടുള്ള സാധനമാണ് ബൗളിയുടെ ചോക്ലേറ്റ് ഫ്ലേവറൊന്നും ഞാൻ കഴിക്കില്ല. വെനില ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൗളിയുടെ. സോ അത് രണ്ടും ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. പിന്നെ വാട്ട് ഈസ് വൺ ടാസ്ക് യുവർ ഫാമിലി ഓൾവേസ് എക്സ്പെക്ട്സ് യു ടു ഡു? പഠിക്കുക, ഓൾവേസ് പഠിത്തം. ഇത് തന്നെയായിരിക്കും, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പഠിക്കുക, അത് തന്നെ. ഓക്കെ, ആൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും വേറൊരു ഹംന എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഫുൾ നെയിം ആർ യു മാരീഡ്? ഫുൾ നെയിം ഞാൻ പറഞ്ഞല്ലോ, സ്നേഹ എ എന്നാണ് കേട്ടോ. സ്നേഹ എ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ആർ യു മാരീഡോ? എന്നെ കണ്ടിട്ട് കല്യാണം കഴിച്ചോന്ന് തോന്നുന്നുണ്ട് കുട്ടിക്ക്. ഞാൻ മാരീഡൊന്നും അല്ല കേട്ടോ. എനിക്ക് 20 വയസ്സേ ഉള്ളൂ. പിഞ്ച് ശിശുവാണ് ഞാൻ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ആർ യു സ്റ്റഡി? ഞാൻ പഠിക്കുമായിരുന്നു, ബികോം പഠിക്കുമായിരുന്നു. ഇപ്പം പഠിക്കുമല്ല കേട്ടോ. സ്റ്റിൽ വീട്ടിലിരിപ്പ് തന്നെ. ഇപ്പം നമ്മുടെ ഡിഗ്രിയുടെ ക്ലാസ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുമല്ല കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ വീടിനടുത്ത് തന്നെയുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലാണ് കേട്ടോ 10th വരെ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് +1 +2 കരിക്കോടുള്ള TKMലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനാണ്, സിബ്ലിങ്സ് നെയിം. സിബ്ലിംഗ് ഒരാളേ ഉള്ളൂ, സിദ്ധാർത്ഥ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവൻ എത്രല്ല പഠിക്കുന്നതൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ഞാൻ പറയുകയാണ് കേട്ടോ. അവനിനി 9th പഠിക്കുന്നത്. സിദ്ധാർത്ഥ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്. ഓക്കെ, അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എനിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതി വെച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഈ ഒരു Q&A സെക്ഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി, ഉറപ്പായിട്ട് ഞാൻ ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോ വരുന്നിടം വരെ ബൈ.